നമസ്കാരം, ഞാൻ വിനീഷ് രോഹിണി. പലതരത്തിലുള്ള ജ്യൂസ്, പലതരത്തിലുള്ള ഐസ്ക്രീം പലപ്പോഴും നമ്മൾ കഴിക്കാറുണ്ട് അല്ലെ? ടൗണുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ, അതായത് മെയിൻ സിറ്റികളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു ബ്രാൻഡ് ഹൈലൈറ്റ് ചെയ്തിട്ട് കാണും. ഈ ബ്രാൻഡിന്റെ പേര് എന്ന് പറഞ്ഞു ഫ്രൂട്ട് ബേ എന്നാണ്. ഞാനിങ്ങനെ ഇടയ്ക്കൊക്കെ പോകുന്ന സമയത്ത് ഫ്രൂട്ട് ബേയിൽ പോയിട്ട് ഐസ്ക്രീം കഴിക്കാറുണ്ട്. അതേപോലെ തന്നെ നല്ല ഫ്രഷ് ജ്യൂസ് ഒക്കെ കഴിക്കാറുണ്ട്. നല്ല അടിപൊളിയാണ്. ഒരു മോശം അനുഭവം ഫ്രൂട്ട് ബേന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല. നല്ല ബ്രാൻഡഡ് ഷോറൂമാണ്. നല്ല അടിപൊളി ആംബിയൻസും കാര്യങ്ങളൊക്കെ ആയിരിക്കും. നമുക്ക് പലതരത്തിലുള്ള ജ്യൂസ് ഒക്കെ ഉണ്ട്, ഷോർട്സ് ഒക്കെ ഉണ്ട്. പല ജ്യൂസുകൾ ചെറിയ ഒരു ഗ്ലാസ്സിൽ ഇങ്ങനെ ഒരുപാട് ഷോർട്സ് ആയിട്ട് നമുക്ക് കിട്ടും, 12ന്റെ 6ന്റെ ഒക്കെ. അപ്പൊ അതൊക്കെ ഒരു ഭയങ്കര ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ജ്യൂസാണ്. സോ ഗൈസ്, അതേപോലെ തന്നെ ഐസ്ക്രീം ആണെങ്കിലും മറ്റൊരുപാട് ഐസ്ക്രീം റിലേറ്റ് ചെയ്ത പല കാര്യങ്ങളാണെങ്കിലും ഒരു വെറൈറ്റി ഓഫ് പ്രോഡക്ട്സ് ആൻഡ് സർവീസസ് ഉള്ള ഒരു ശൃംഖല തന്നെയാണ് ഫ്രൂട്ട് ബേ എന്ന് പറയുന്നത്. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് എന്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ നമുക്ക് ഇതുപോലെയുള്ള ഫ്രൂട്ട് ബേ ഫ്രാഞ്ചൈസി സ്റ്റാർട്ട് ചെയ്തുകൂടാ. ഒരുപാട് ഫ്രാഞ്ചൈസികളെ കുറിച്ച് വീഡിയോകൾ ചെയ്യാറുണ്ട് ഞാൻ. അപ്പൊ ഞാൻ എന്ത് ചിന്തിച്ചു, ഫ്രൂട്ട് ബേയുടെ ഫ്രാഞ്ചൈസി നമുക്ക് എങ്ങനെ എടുക്കും, നമ്മുടെ യൂസേഴ്സിന് തീർച്ചയായിട്ടും അതൊരു ഹെൽപ്പ് ആയിരിക്കുന്നു. ഇനി വരുന്ന നാളുകളിൽ ഈ ബ്രാൻഡഡ് ഷോപ്പിൽ പോയിട്ട് കഴിക്കാൻ ആൾക്കാർ ഒരുപാടുണ്ടാവും. നിങ്ങൾക്കറിയാലോ, നമ്മൾ എത്ര പൈസ ഇല്ല എന്ന് പറഞ്ഞാലും എല്ലാ ആൾക്കാരുടെ കയ്യിൽ ഫണ്ട് ഉണ്ട്. ആവശ്യത്തിനധികം ഫണ്ട് എല്ലാവരുടെ കയ്യിലുണ്ട്. ഇപ്പൊ ഇവരൊക്കെ ലക്ഷറീസ് ആയിട്ടുള്ള പല കാര്യങ്ങളും അനുഭവിക്കുന്നവരാണ്. ലൈക്ക് നിങ്ങൾക്ക് ഒരു സിനിമാ തിയേറ്ററിൽ പോയാൽ കാണും, ആ സിനിമാ തിയേറ്ററിൽ എത്രയോ ആൾക്കാർ എത്രയോ വലിയ എമൗണ്ടിന് അവിടെ നിന്നുള്ള പോപ്കോണും അല്ലെങ്കിൽ അവിടെയുള്ള സ്നാക്സും ടീയും ഒക്കെ വാങ്ങിച്ച് കഴിക്കാറുണ്ട്. അതേപോലെ സിനിമ കാണാൻ പോകാറുണ്ട്. ഇതുപോലെയുള്ള നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള നല്ല ക്വാളിറ്റി ഉള്ള ഷോറൂമുകളിൽ, പ്രോഡക്റ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഷോറൂമുകളിൽ എപ്പോഴും നല്ല ആൾക്കാരുണ്ടാവും. ഒരു ഉദാഹരണത്തിന് KFC ഒരു നാട്ടിൽ ഒരു സിറ്റിയിൽ വന്നു കഴിഞ്ഞാൽ എല്ലാ ആൾക്കാരും അവിടെ പോയിട്ട് കഴിക്കും. എപ്പോഴും അവിടെ KFCയിൽ തിരക്ക് തന്നെ ആയിരിക്കും. തിരക്ക് എന്ന് പറഞ്ഞാൽ എപ്പോഴും ആൾക്കാർ KFCയിൽ ഉണ്ടാവും. എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്? KFCക്ക് പ്രത്യേകിച്ച് മാർക്കറ്റ് ചെയ്യേണ്ട ആവശ്യകതയില്ല. ഞങ്ങളിവിടെ KFC തുടങ്ങിയിരിക്കുകയാണ്, ഞങ്ങൾ അങ്ങനെ തുടങ്ങി ഇങ്ങനെ തുടങ്ങി എന്ന് പറഞ്ഞാൽ ഡെയിലി ടിവിയിലോ ഒന്നും പരസ്യം കൊടുക്കേണ്ട ആവശ്യമില്ല. അവിടെ ആൾക്കാർ പോകും. അതേപോലെ ഒരു ബ്രാൻഡാണ് ഫ്രൂട്ട് ബേ എന്ന് പറഞ്ഞത്. ഫ്രൂട്ട് ബേ നിങ്ങളുടെ നാട്ടിലും നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഇതിന്റെ ഫ്രാഞ്ചൈസി കാര്യങ്ങളൊക്കെയാണ് ഞാനൊന്ന് ഇതിലൂടെ മനസ്സിലാക്കാൻ പോകുന്നത്. ഇപ്പോൾ ഫ്രാഞ്ചൈസി മോഡൽ ബിസിനസ് ചെയ്യുമ്പോഴുള്ള ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് മാർക്കറ്റിംഗ് സൈഡ് കുറച്ച് ഈസി ആയിരിക്കും. അതേപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റ് കുറച്ച് കൂടുതലായിരിക്കും. അവർ ഫ്രാഞ്ചൈസി കുറച്ച് എമൗണ്ട് വാങ്ങിക്കും. ബട്ട് മാർക്കറ്റിംഗ് നമുക്ക് കുറച്ച് എളുപ്പമായിരിക്കും. മീൻസ് ഒരു റെപ്യൂട്ടഡ് ബ്രാൻഡ് ആയിരിക്കും. അങ്ങനെ എന്തിന്റെ ആണെങ്കിലും, ഇപ്പൊ നാച്ചുറൽസിന്റെ ആണെങ്കിൽ, അതേപോലെ തന്നെ ടാറ്റ 1mgയുടെ ഒക്കെ ഫ്രാഞ്ചൈസി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഞാൻ നേരെ പറഞ്ഞ KFCയുടെ ബ്രാഞ്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഒരുപാട് ഫ്രാഞ്ചൈസികളുണ്ട്. ഇതിന്റെയൊക്കെ ഫ്രാഞ്ചൈസികൾ നമുക്ക് സ്റ്റുഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഒരുപാട് ബ്രാഞ്ചുകൾ. ഇപ്പൊ ഇതൊക്കെ നമ്മൾ വരും ദിവസങ്ങളിലെ വീഡിയോകൾ എന്തായാലും ഉൾപ്പെടുത്തുന്നുണ്ട്. ഇന്ന് ഫ്രൂട്ട് ബേ നമുക്ക് നോക്കാം. fruitbay.com എന്ന് പറഞ്ഞ ഇവരുടെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഒരുപാട് ഇൻഫർമേഷൻ ഒന്നുമില്ല. അവർ ഔട്ട്ലെറ്റ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഔട്ട്ലെറ്റുകൾ കാണാൻ പറ്റും. ഫ്രൂട്ട് ബേ എടപ്പള്ളി, ഫ്രൂട്ട് ബേ കാക്കനാട്, ഫ്രൂട്ട് ബേ തൃശ്ശൂർ, ഇങ്ങനെ മെയിൻ ആയിട്ടുള്ള ഒരുപാട് സിറ്റികളിൽ ഇവർക്ക് ബ്രാഞ്ചുകൾ ഇപ്പൊ നിലവിലുണ്ട്. അവിടുത്തെ കോൺടാക്ട് നമ്പർ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. തിരുവല്ല, പെരിന്തൽമണ്ണ, കുന്നംകുളം, പനമ്പള്ളി നഗർ, ട്രിവാൻഡ്രം, ലുലു മാൾ, കൊച്ചി ആൻഡ് കൊല്ലം, ഒറ്റപ്പാലം, എടപ്പാൾ, കോട്ടയം, അടൂർ, കാഞ്ഞങ്ങാട് നമ്മുടെ നാട്ടിലുണ്ട്. അതേപോലെ തന്നെ കണ്ണൂർ, ഹൈലൈറ്റ് മാൾ, കാലിക്കറ്റ്, ചെന്നൈ, ബാംഗ്ലൂർ, കോട്ടക്കൽ, കൊരമംഗല ആൻഡ് HSR ലേഔട്ട്, ഇങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും, ഓൾമോസ്റ്റ് എല്ലാ സ്ഥലങ്ങളിലും ഈ പറഞ്ഞ ഫ്രൂട്ട് ബേ ഉണ്ട്. ഇനി നിങ്ങളുടെ നാട്ടിൽ ഫ്രൂട്ട് ബേ ഇല്ലെങ്കിൽ നിങ്ങൾക്കും സ്റ്റാർട്ട് ചെയ്യാം ഫ്രൂട്ട് ബേയുടെ ഒരു ഫ്രാഞ്ചൈസി. അതിനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഫ്രൂട്ട് ബേയുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് താഴെ സൈഡിൽ ഒരു ഫോർ ഫ്രാഞ്ചൈസി എൻക്വയറി എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നിങ്ങളുടെ പേര് എൻ്റർ ചെയ്യുക, ഇമെയിൽ ID എൻ്റർ ചെയ്യുക, സ്റ്റേറ്റ് ചൂസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഇൻട്രസ്റ്റഡ് സിറ്റി, ഏത് സിറ്റിയാണ് ആ സിറ്റി ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ സിറ്റിയുടെ പേരടിക്കുക. എന്നിട്ട് നിങ്ങളുടെ മെസ്സേജ് ടൈപ്പ് ചെയ്യുക. മെസ്സേജ് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്, നിങ്ങളുടെ ഷോപ്പ്, റൂംസ് കാര്യങ്ങളുടെ അതൊക്കെ മെൻഷൻ ചെയ്യാം. ഇപ്പോൾ റൂം ഉണ്ടെങ്കിൽ ചെറിയ റൂം, ഗ്രൗണ്ട് ഫ്ലോറിൽ എത്ര സ്ക്വയർ ഫീറ്റ് റൂമാണുള്ളത് ആ റൂം, അതേപോലെ സിറ്റിയുടെ കാര്യങ്ങൾ എല്ലാം മെൻഷൻ ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ആം നോട്ട് റോബോട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ സെൻഡ് ചെയ്ത ഫ്രൂട്ട് ബേയുടെ ടീം നിങ്ങളെ കോൺടാക്ട് ചെയ്യും. ഓർ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഫ്രൂട്ട് ബേനെ ഡയറക്റ്റ് മെയിൽ അയക്കുക. info@fruitbay.com നിങ്ങൾക്ക് മെയിൽ അയക്കുക. അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസ് ഉണ്ട്. ഇൻസ്റ്റാഗ്രാം വഴിയോ പിൻട്രസ്റ്റ് വഴിയോ യൂട്യൂബ്, ഫേസ്ബുക്ക് ഒക്കെ ഉണ്ട്. അതുവഴിയൊക്കെ നിങ്ങൾ കണക്ട് ചെയ്യാം. ഇൻസ്റ്റാഗ്രാം വഴിയൊക്കെ ഈസി ആയിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഓരോരോ ഓഫീസിന്റെ ഔട്ട്ലെറ്റിന്റെ കാര്യങ്ങളൊക്കെ ഇവർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് ഫ്രൂട്ട് ബേയിലൊക്കെ പോയ പല സിനിമാ നടിയും ആക്ടേഴ്സും ഒക്കെ അവരുടെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെയാണ് ഇവരുടെ വെബ്സൈറ്റിൽ എന്തായാലും കൊടുത്തിട്ടുള്ളത്. ഞാൻ ഈ ഫ്രാഞ്ചൈസി മോഡലിനെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. പ്രധാനപ്പെട്ട കാരണം എന്താ അറിയോ, ഒരു തുടക്കക്കാരൻ, ഒരാൾ സ്വന്തമായിട്ട് ഒരു സെൽഫായിട്ട് ഒരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്ത് അത് ഡെവലപ്പ് ചെയ്യാൻ എന്ത് പാടാണ്. നിങ്ങൾ അത് ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ എൻ്റെ നാട് കാഞ്ഞങ്ങാട് എന്ന സിറ്റിയിൽ എത്ര കൂൾ ബാറുകൾ ഉണ്ടാവും, എത്ര എണ്ണം ഉണ്ട്, ഒരുപാട് എണ്ണം ഉണ്ട്. ബട്ട് ഈ ഒരുപാട് എണ്ണം ഉണ്ടായിട്ടും യുണീക്ക് ആയിട്ടുള്ള ഒരു സ്ഥിരമായിട്ടുള്ള ഒരു കസ്റ്റമർ പോകുന്ന ഒരു സ്ഥലമായിരിക്കും ഫ്രൂട്ട് ബേ എന്ന് പറയുന്നത്. അവിടെ ഒരിക്കൽ പോയാൽ പിന്നെയും പോകും. അത് നല്ല ആംബിയൻസ്, ക്വാളിറ്റി,
ക്വാളിറ്റി ഓഫ് ദ പ്രോഡക്റ്റ്. നമ്മൾ എന്താ കഴിക്കുന്ന ആ ഒരു ഫുഡ്, ക്വാളിറ്റി ഓഫ് ദ ഫുഡ് എന്ന് പറയും നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഐറ്റം ആയിരിക്കും. അതേപോലെ റേറ്റ് ഒബ്വിയസ്ലി നിങ്ങൾക്ക് അറിയാം, ബ്രാൻഡഡ് ഷോപ്സ് നിന്ന് കഴിക്കുമ്പോൾ റേറ്റ് കൂടുതലായിരിക്കും. എന്ത് ഐറ്റത്തിനാണെങ്കിലും റേറ്റ് കുറച്ചധികം ഉണ്ടാവും, ബട്ട് അതിന്റെ ക്വാളിറ്റി നമുക്ക് എപ്പോഴും കിട്ടും. അതേപോലെ ഓൺലൈനിലും നമുക്ക് അവൈലബിൾ ആണ്. ഈ പറഞ്ഞ സ്വിഗ്ഗി, സൊമാറ്റോ പോലെയുള്ള ഓൺലൈൻ ഡെലിവറി പ്ലാറ്റ്ഫോമിലൊക്കെ ഇവരൊക്കെ ലിസ്റ്റഡ് ആയിരിക്കും. അവിടുന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പർച്ചേസ് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ മൊത്തത്തിൽ നോക്കുമ്പോൾ ഇവരുടെ ഫ്രാഞ്ചൈസി മോഡലാകുമ്പോൾ ഇവർക്കൊരു മെയിൻ വിങ് ഉണ്ടാവും, അത് ഹെഡ് ഓഫീസ് ഉണ്ടാവും. ഇവിടെ ഒരു മാർക്കറ്റിംഗ് ടീം ഉണ്ട്, സ്ട്രാറ്റജികളൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ ഇവരൊക്കെ നല്ല ഹൈലി പേയിങ് എംപ്ലോയീസ് ആയിരിക്കും. ഇവരുടെയൊക്കെ സപ്പോർട്ട് നമുക്ക് കിട്ടും. നമ്മളെ ബ്രാൻഡിനെ നമ്മളിവിടെ ഡെവലപ്പ് ആയാൽ മാത്രമേ അവർക്ക് അതിൻ്റെ ഒരു പെർസെൻറ്റേജ് കിട്ടുള്ളൂ. ഇതൊരു പ്രോഫിറ്റ് ഷെയറിംഗ് സിസ്റ്റത്തിലാണ് എല്ലാ ഫ്രാഞ്ചൈസി ഓൾമോസ്റ്റ് വർക്ക് ചെയ്യുക. ഒരു സെർട്ടൈൻ ഒരു പ്രോഫിറ്റ് അവർക്ക് കൂടി ഇപ്പോൾ ഇവിടെ നടക്കുന്ന ബിസിനസ്സിൻ്റെ. അപ്പോൾ അങ്ങനെ അവർക്ക് ബിസിനസ് കിട്ടണമെങ്കിൽ ഇവിടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യണം. അപ്പോൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി അവരൊരു ഇന്റേണൽ ഒരു മാർക്കറ്റിംഗ് വലിയൊരു ടീമിനെ സെറ്റ് ചെയ്യും, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടീമിനെ സെറ്റ് ചെയ്യും. അവർ തന്നെ മാർക്കറ്റ് ചെയ്യും. നമുക്ക് ജസ്റ്റ് ഓപ്പറേറ്റ് ചെയ്യുക എന്നത് മാത്രമാണ് നമ്മുടെ കർത്തവ്യം. അപ്പോൾ നമുക്ക് വലിയ ടെൻഷൻ ഇല്ല. ഇനി നമുക്കും കുറച്ച് ബിസിനസ് ഐഡിയകളും മാർക്കറ്റ് ചെയ്യാനുള്ള ടെക്നിക്സ് ഉണ്ട്. അത് ഭയങ്കരമായിട്ടുള്ള ബിസിനസ് ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് തീർച്ചയായിട്ടും സാധിക്കും. അതാണ് ഫ്രാഞ്ചൈസി മോഡൽ. എവിടെ തുടങ്ങിയാൽ അത് വിജയിക്കാനുള്ള കാരണങ്ങൾ. എല്ലാ ഏരിയയിലും ഫ്രാഞ്ചൈസി തുടങ്ങും. അപ്പോൾ നല്ല സാധ്യതയുള്ള മോഡൽ തിരഞ്ഞെടുക്കുക. നിങ്ങൾക്കൊരു പാഷനേറ്റ് ആയിട്ട്, നിങ്ങൾക്ക് ഒരു പാഷനേറ്റ് ആയിട്ടുള്ള ഒരു മോഡൽ എടുക്കുക. അപ്പോൾ നിങ്ങൾ നല്ല ഫുഡ് കാര്യങ്ങളിലൊക്കെ, റെസ്റ്റോറൻറ്റ് മേഖലയിലൊക്കെ നല്ല പാഷനേറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഒരു ഇത് തന്നെയാണ്. അതേപോലെ ടെക്സ്റ്റൈൽ ആണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ സൂഡിയോ തിരഞ്ഞെടുക്കും. ഇങ്ങനെ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പറ്റും എന്നതിൽ ഒരു തർക്കമൊന്നുമില്ല. അതേപോലെ തന്നെ KFCയുടെ തന്നെ മറ്റൊരുപാട് കോസ്റ്റ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ബ്രാൻഡുകളുണ്ട്, അതെടുക്കാൻ പറ്റും. ബർഗർ കിങ് നമുക്ക് എടുക്കാൻ പറ്റും. ഒരുപാട് ബിഗ് ബ്രാൻഡുകളുണ്ട്. ഇതൊക്കെ വരും ദിവസങ്ങളിലെ വീഡിയോകൾ എന്തായാലും ഉൾപ്പെടുത്തുമെന്നതിൽ തർക്കമൊന്നുമില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യമായിട്ടൊരു വീഡിയോ കാണും, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനൊന്നും മറക്കരുത്. അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തും. ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, കോളേജൊക്കെ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. മറ്റൊരു മികച്ച വീഡിയോ ആയിട്ട് നമ്മൾ നാളെ കാണാം. ഇറ്റ്സ് മീ നിഷോണി സൈനിങ് ഓഫ്. ബൈ.